ബെൽഗാമിൽ ചെന്ന ഒരുപാട് കരിമ്പിൻ കൃഷി കാണാം. ഏറ്റവും കൂടുതൽ കരിമ്പിൻ കൃഷിയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഷുഗർ ഫാക്ടറികളും ഉണ്ട്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും ഷുഗർ ഫാക്ടറികൾ. അങ്ങോട്ട് വണ്ടികളിൽ കരിമ്പ് കൊണ്ടുപോകുന്നതും തിരിച്ചു അതുപോലെ കരിമ്പ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണത്. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ കരിമ്പ് കയറ്റി കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും കാണാൻ കഴിയും. അപ്പം നമ്മൾ പഞ്ചസാരയാണ് നമ്മുടെ അടുത്ത ലോഡ്. അപ്പോൾ അത് കയറ്റാനായിട്ട് ഷുഗർ ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷുഗർ ഫാക്ടറിയിൽ എത്തി. അവിടെ ഇത് ഷുഗർ ഫാക്ടറിയുടെ ഗോഡൗൺ ആണ്. അവിടെ ഒരുപാട് വണ്ടികൾ ലോഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ എത്തി. അവിടെ ഇതിൻ്റെയൊക്കെ ടേൺ കഴിഞ്ഞിട്ടേ നമുക്ക് ലോഡുള്ളൂ. അവിടെ എത്തി സെക്യൂരിറ്റിയെ കണ്ടു. സെക്യൂരിറ്റി പറഞ്ഞ അനുസരിച്ച് നമ്മൾ വെളിയിൽ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓഫീസിൽ വിശ്വരാജ് ഷുഗർ ഇൻഡസ്ട്രീസ് ആണ് അത്, ആ കമ്പനി, അവിടുത്തെ ഓഫീസിൽ ചെന്നു. അപ്പോൾ ജിനീഷേട്ടൻ്റെ അകത്തേക്ക് ഓഫീസിലേക്ക് പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഗാർഡൻ്റെ ഭംഗിയൊക്കെ ഒന്ന് പകർത്തി അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. നമ്മുടെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചയായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. ഇനിയിപ്പോൾ ലോഡ് കിട്ടിയെന്ന് എപ്പോഴാണെന്ന് അറിയില്ല. രാത്രി ആകുമായിരിക്കും, അതോ ഇനി പിറ്റേ ദിവസം ആകുമെന്നൊന്നും അറിയില്ല. അത്രയും 35ാമത്തെ ടേണാണ് നമ്മുടേത്. അപ്പോൾ രാത്രി ഒരു 12:30 ആയപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഏൽപ്പിച്ച് ലോഡ് റെഡിയായെന്ന് പറഞ്ഞു. അപ്പം ഗോഡൗണിലേക്ക് പോവുകയാണ്. ഗോഡൗണിൽ പഞ്ചസാര ചാക്കുകളൊക്കെ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഫാക്ടറിയുടെ അകത്തൊന്നും കയറി കാണാൻ കഴിഞ്ഞില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് ഫാക്ടറിക്ക് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുമ്പുള്ള വണ്ടികളിലൊക്കെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര ചാക്കുകളൊക്കെ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുന്നത് കാണാം. എസ്കലേറ്ററിലാണ് ലോഡ് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് കയറ്റി തുടങ്ങിയാൽ നമുക്ക് വേഗം കയറ്റാൻ പെട്ടെന്ന് കാര്യം തീരും. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ലോഡ് കയറ്റാനായിട്ട് അവിടെ പുറകിലായിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇടുകയാണ്. അപ്പോൾ അതേ എസ്കലേറ്ററിൽ വേഗം ചാക്കുകൾ വരും. അപ്പോൾ തൊഴിലാളികൾ അവിടുന്ന് ചുമടെടുത്ത് കൊണ്ടുവന്ന് വണ്ടിയിൽ അടുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിലും അടുത്തത് ലോഡ് കയറ്റും. ലോഡും കൂടെ കയറ്റി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റി കിട്ടിയപ്പോൾ. ലോഡ് കയറ്റി വെളിയിലിറക്കി. അപ്പോൾ ആ സമയം എത്രയും രാത്രി ആയതുകൊണ്ട് തൊഴിലാളികളെ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ലോഡ് പടുതയൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയത്. അത്രയും രാത്രി ആയതുകൊണ്ട് അന്ന് അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞില്ല. 2:30 ആയല്ലോ. അപ്പോൾ ഗ്രാമപ്രദേശത്ത് ഇടുങ്ങിയ റൂട്ടിൽ കൂടെയൊക്കെ വരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പാർക്കിംഗ് ഏരിയയിൽ ആണ് വെയിറ്റ് ചെയ്ത്. അവർ കമ്പനിക്കകത്ത് ലോഡ് കയറ്റി കഴിഞ്ഞാൽ ഇടാൻ സമ്മതിക്കില്ല. പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ അന്നൊരു രാത്രി വെയിറ്റ് ചെയ്തിട്ട്